വാറണ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എത്രയാണ് കിലോമീറ്ററിനാണോ പറയുന്നത്, അത് വർഷത്തിലേക്കാണോ പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് മീറ്ററിന് വാറണ്ടി പറയുന്നത്? 10,000 രൂപയുടെ വ്യത്യാസം മാത്രമുണ്ട്. ഏകദേശം നമുക്കൊരു 1.5 cc തന്നെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഹോണ്ട യൂണിക്കോണിൻ്റെ വിശേഷങ്ങളാണ്. നമുക്കറിയാം 2004 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ നമ്മുടെ വിൽപ്പനയുടെ കാര്യത്തിലൊന്നും യാതൊരു കുറവും വരാത്തൊരു വാഹനമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. മെയിനായിട്ട് നമുക്ക് GC പ്രൈസിൽ എത്രയാണ് കുറവ് വന്നേക്കണേ, ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വന്നേക്കണേ, അതുപോലെ പുതിയ യൂണിക്കോണിൽ വന്നേക്കണേ ചേഞ്ച് എന്തൊക്കെയാണ് വന്നേക്കണേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൊടുപുഴയുള്ള മുത്തൂറ്റ് ഹോണ്ടയിലാണ്. നമ്മളിപ്പം ചേരുന്നത് ബൈച്ചേട്ടനാണ്. ബൈച്ചേട്ടാ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഈ യൂണിക്കോണിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഒരുപാട് പറയാനുണ്ട് ഈ വാഹനത്തിനല്ലേ. കാരണം നമ്മൾ ഈ പറഞ്ഞ തന്നെ ഇത്രയും കാലഘട്ടമായി ഈ വാഹനം ഇറങ്ങിയിട്ടെങ്കിലും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ സെയിൽ വരുന്ന ഒരു വാഹനം തന്നെയാണല്ലേ. അപ്പൊ എങ്ങനെയാണ് വഹിച്ചിട്ട് അതിനകത്ത് കൂടുതൽ അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തെങ്കിലും? ആ പഴയൊരു ഫീച്ചറിൽ നിന്ന് ആ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഹോണ്ട അവതരിപ്പിച്ചത്. ഇതിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നത് ഡീറ്റൽ മീറ്റർ, LED ഹെഡ്ലൈറ്റ് ഒക്കെയാണ് വന്നത്. LED ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. വണ്ടി ഫ്രണ്ട് ABS ആയിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ നമുക്ക് എത്ര കളേഴ്സിലാണ് വരുന്നത്? 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. പഴയ റെഡ് അല്ലേ? ആ റെഡ് ഉണ്ട്, പിന്നെ ഒരു മാറ്റ് ആക്സിസ് ഗ്രേ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്. 3 കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ വേരിയന്റ്സിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നമുക്ക് ഡിസ്ക് വന്ന ടൈപ്പ് ഇല്ലാത്ത ടൈപ്പ് ഒറ്റ ഓപ്ഷൻ വരുന്നുള്ളൂ, ഒരെണ്ണം വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ചേട്ടാ. നമുക്കറിയാലോ, പണ്ട് മുതലേ വണ്ടി നല്ല മൂവിങ് ഉള്ള ഒരു കളറാണ് റെഡ് കളർ വന്നേക്കണേ. ഇതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. അതിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടും. നൈറ്റ് വിഷൻ കുറച്ചുകൂടി വിസിബിലിറ്റി കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി വണ്ടി കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡിനകത്ത് ക്രോം ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് സസ്പെൻഷൻ വരുമ്പോൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ട് ABS വരുന്നുണ്ട്. ABS വരുമ്പോൾ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ അലവിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അലവിയിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ വരുന്നത് 80, 100, 18 സൈസ് ടയറാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കിക്കർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഓപ്ഷനും വണ്ടിക്കുള്ളതാണ്. പിന്നെ അതിൻ്റെ ടാങ്കിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വലിയൊരു ടാങ്കാണ്. 13 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്ക് വരുന്നുണ്ട്. ഈ റെഡിനകത്ത് തന്നെ വരുമ്പോൾ ഈ ലോഗോ സിൽവർ കളർ ക്രോമിൽ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് പെഡൽ അതിൽ അത്യാവശ്യം നല്ല ഒരു ബോഡി എഞ്ചിൻ്റെ കളറിലോട്ട് തന്നെ സെയിം കളറിൽ കിട്ടാൻ വേണ്ടി ബ്ലാക്ക് കളറിലുള്ളൊരു ബ്രേക്ക് പെഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫുട് റെസ്റ്റ് ആണെങ്കിലും നല്ല റബ്ബർ ടൈപ്പ് ഒരു ഗ്രിപ്പും കൊടുത്തുള്ള ഫുട് റെസ്റ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ സൈലൻസറോട്ട് വരുമ്പോൾ സൈലൻസർ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള സൈലൻസറാണ്. അതുപോലെ തന്നെ കാലൊന്നും വെച്ചാൽ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു വലിയ പ്രൊട്ടക്ടർ മഫ്ലറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. പിന്നെ അതിൻ്റെ ഒരു മോണോ സസ്പെൻഷൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ തന്നെ മോണോ സസ്പെൻഷനാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ മറ്റേ യൂണിക്കോണിൻ്റെ സസ്പെൻഷൻ പിന്നെ ബാക്കിൽ സസ്പെൻഷൻ മോണോ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ യാത്രാസുഖം കുറച്ചും കൂടുതൽ കിട്ടുന്നൊരു മോഡലാണ് സസ്പെൻഷനാണത്. പിന്നെ യൂണിക്കോൺ എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സിൽവർ കളറിലൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ E20 പെട്രോളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ലോഗോ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള സീറ്റാണ്. 2 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ റിയർ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പിടിക്കാൻ, ബാക്കിലിരിക്കുന്ന ആൾക്ക് പിടിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിയർ ഗ്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ഒരു പ്രൗഢി നിലനിർത്താൻ തന്നെ ഒരു ഹാലജൻ ടൈപ്പ് ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് വരുന്ന ഒരു 2 ഇൻഡിക്കേറ്റേഴ്സ് ആയാലും അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു തട്ടിയാൽ പോലും വണ്ടിക്ക് ഒടിഞ്ഞൊന്നും പോയില്ലാത്തൊരു മോഡൽ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് ടയർ സൈസിലോട്ട് വരുമ്പോൾ 100-90 പോയിന്റ് അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പിന്നെ ചെയിൻ ബോക്സ് തന്നെ ആണെങ്കിലും നമുക്ക് അതിനകത്ത് ഫൈബർ ടൈപ്പ് ആയതുകൊണ്ട് തുരുമ്പിക്കുകയോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ സാരി കാർഡിലോട്ട് വരുമ്പോൾ അത്യാവശ്യം വേറെ ബാക്കിലിരിക്കുന്ന ആളുടെ സാരിയോ കാര്യങ്ങളൊന്നും ടയറിലോട്ട് കയറിച്ചിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വലിയൊരു സാരി കാർഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് വരുമ്പോഴത്തേക്കും നമുക്ക് എഞ്ചിൻ കട്ട് ഓഫ് ഉള്ള സൈഡ് സ്റ്റാൻഡ് തന്നെ. ഗിയറിലാണെങ്കിൽ വണ്ടി സെൽഫ് അടിച്ചാലും സ്റ്റാർട്ട് ആവത്തില്ല. പിന്നെ ഗിയർ പൊസിഷൻ വരുന്നത് ഗിയർ ലിവർ വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സ്പോർട്ടി ടൈപ്പുള്ള ഗിയർ ലിവറാണ് വരുന്നത്. പിന്നെ എഞ്ചിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ 160 cc നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് തന്നെ. അതിൻ്റെ ആ ഒരു കളറാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. കളർ കോമ്പിനേഷൻ നല്ല സ്റ്റൈലിഷാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഹാൻഡിൽ ബാറിലോട്ട് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് തന്നെ റൈഡിങ് പൊസിഷനുള്ള ഹാൻഡിൽ ബാറാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ എഞ്ചിൻ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫ് സ്റ്റാർട്ടിന് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹോണിൻ്റെ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ഡിമ്മും ബ്രൈറ്റും ചെയ്യുന്നതും പാസ് ലൈറ്റ് ചെയ്യുന്നതും സെയിം സ്വിച്ചിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു മൊബൈൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ C2C ടൈപ്പ് മൊബൈൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ട ഒരു മാറ്റമാണ് അതിൻ്റെ മീറ്റർ കൺസോളിലോട്ട് വന്നിരിക്കുന്നൊരു മാറ്റം. അത് ഫുള്ളി ഡീറ്റെയിൽ മീറ്റർ ആയിട്ടുണ്ട്. ഇതിനകത്ത് വാഹനത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മീറ്ററിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കും, ABS, ഹെഡ്ലൈറ്റ് ഡിമ്മ ബ്രൈറ്റ്, എൻജിൻ വാണിങ്, ന്യൂട്രൽ,
പിന്നെ അതിൻ്റെ അകത്ത് വണ്ടി ഏത് ഗിയർ പൊസിഷനിലാണോ വണ്ടി ഇരിക്കുന്നതെന്നും പിന്നെ അതിൻ്റെ RPM കാണിക്കുന്നുണ്ട്, ഫ്യൂവല്, ടൈം കാണിക്കും, സ്പീഡോമീറ്റർ, ട്രിപ്പ് AABS സെറ്റ് ചെയ്യാൻ പറ്റും, ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കും, കിലോമീറ്റർ പെർ ലിറ്റർ, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു 2 സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്യാനും സെറ്റ് ചെയ്യാനുള്ള ഓരോ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് ഡീറ്റെയിൽ ആയതുകൊണ്ട് തന്നെ മീറ്റർ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകുമോ എന്നുള്ളത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെ ഡീറ്റെയിൽ മീറ്ററാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെയുള്ളൊരു ഡാമേജ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വാറണ്ടി ഉള്ളതാണ് ഇതിന്. വൈകിട്ട് നമ്മൾ വാറണ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എത്രയാണ് കിലോമീറ്ററിനാണോ പറയുന്നത്, അത് വർഷത്തിലേക്കാണ് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് മീറ്ററിന് വാറണ്ടി പറയുന്നത്? 3 വർഷം അല്ലെങ്കിൽ 34,000 കിലോമീറ്റർക്ക് വാറണ്ടി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് ആരും തന്നെ ഒന്നും പറഞ്ഞു വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മീറ്റർ തന്നെയാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഈ മീറ്റർ കൺസോളിലേക്ക് വന്നാൽ പലർക്കുള്ള ഡൗട്ടാണ്, വെയിലടിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, മങ്ങിപ്പോവോ, അങ്ങനെയൊക്കെ പലർക്കും ഒരു ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ അങ്ങനെ ഒരു പ്രോബ്ലം കാര്യങ്ങളായിട്ട് ആരും വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ? റിഫൈൻഡ് ആയിട്ടുള്ള 160cc എഞ്ചിനാണ് വന്നിരിക്കണേ. നമുക്കത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ചേട്ടാ, നമ്മൾ അപ്പം വാഹനത്തിന് അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, നമ്മുടെ ഈ വെയിറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ചേട്ടാ? 140 കിലോ വരുന്നുണ്ട് വണ്ടി. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല കംഫർട്ട് വരുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി പ്രൈസിലേക്ക് കിടക്കാൻ പോയി ചേട്ടാ. നമുക്ക് എത്രയാണ് ഇതിന്റെ ഒരു പഴയ പ്രൈസ് വന്ന് നമുക്ക് GST കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പ്രൈസിന് വ്യത്യാസം എത്രയാണ് വന്നിരിക്കുന്നത് എന്നൊന്നും പറയാമോ? നമുക്ക് ഏകദേശം ഒരു 14,000 രൂപയോളം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 145 ആണ് വരുന്നത്. ഓൺ റോഡ് വരുമ്പോഴത്തേക്കും വരുന്നത് ഇപ്പോൾ വരുന്ന പ്രൈസിന്റെ പേരാണ് പറഞ്ഞു 145. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ 10 രൂപ വ്യത്യാസം 155 ആയിരുന്നു. ഏകദേശം ഒരു 11 രൂപ 12 രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ വരുന്ന പ്രൈസ് ആണ് 145 അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മുടെ മുത്തൂരിന്റെ ഭാഗത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് നീ അറിയേണ്ട അതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് ആണ് ചോദിച്ചേട്ടാ. ഇപ്പൊ എത്രയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത്? നമുക്ക് ഏറ്റവും കുറവ് ഒരു 15,000 രൂപ ഒക്കെ ഏറ്റവും സിബിൽ സ്കോർ എല്ലാം കറക്റ്റാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എത്രയാണെങ്കിൽ മാസം നമുക്ക് ഒരു അടവ് ഏകദേശം നമുക്കൊരു 5,000-5,500 രൂപ റേഞ്ചിൽ നമുക്ക് വരും. EMI വരുന്നുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇനി എടുത്ത് പറയേണ്ടത് അതിന്റെ ഒരു മൈലേജിന്റെ കാര്യത്തിലാണ്. നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഹോണ്ടയുടെ മൈലേജ്. എന്തെങ്കിലും ഞാൻ എടുത്ത് ചോദിക്കുകയാണ്, നമ്മുടെ യൂണിക്കോൺ എത്രയാണ് മൈലേജ്? 60 ആണ് കിട്ടുന്നത്. കമ്പനി പറയുന്ന മൈലേജ് 60 ആണ്. എന്നാലും ഒരു 58 ഒക്കെ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ മീറ്റർ കൺസോളിന്റെ വാറണ്ടി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഹനത്തിന് മൊത്തത്തിൽ എങ്ങനെയാണ് വായിച്ചത്? 3 വർഷം നോർമൽ വാറണ്ടി വരുന്നുണ്ട്. അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അഡീഷണൽ നമ്മൾ ക്യാഷ് അടക്കേണ്ടി വരും. ക്യാഷ് പേ ചെയ്ത് ഞങ്ങൾക്ക് 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഫുൾ ആയിട്ട് വാറണ്ടിയിൽ ഫുൾ ആയിട്ട് വരും. എങ്ങനെയാണ് വരുന്നത്? അത്യാവശ്യം നല്ല മെയിൻ ആയിട്ടുള്ള എല്ലാ പാർട്സിനും തന്നെ വാറണ്ടി കിട്ടുന്നുണ്ട്. വാറണ്ടി വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം നീ വാറണ്ടിയിലേക്കല്ല സർവീസിലേക്ക് വന്ന കിലോമീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് സർവീസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ? 3 ഫ്രീ സർവീസ് ആണ് കമ്പനി പറയുന്നത്. അതിൻ്റെ നമുക്ക് 750,000 അല്ലെങ്കിൽ ഡേറ്റ്, ഇതിൻ്റെ അകത്ത് വണ്ടി ബില്ല് ചെയ്ത ഡേറ്റ് തൊട്ട് 1 മാസം, ഇതിൻ്റെ അകത്ത് ഏതാണോ ആദ്യം വന്നത് അതിൻ്റെ ഫസ്റ്റ് സർവീസ് ചെയ്യണം. സെക്കൻഡ് 6 മാസം, തേർഡ് 1 വർഷത്തിനുള്ളിലാണ് തീരുന്നത്. അത് 12,000 കിലോമീറ്റർ ആണ് സർവീസ് അവസാനിക്കുന്നത്. കോസ്റ്റിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വരുന്ന കോസ്റ്റ് എത്രയാണ്? ഓയിൽ ചേഞ്ച്, നോർമൽ ഓയിൽ ചേഞ്ചിന്റെ റേറ്റ് തന്നെ വരുന്നത് 750 രൂപയ്ക്ക് അടുത്തേ വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലും. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യുമ്പോൾ പോവാണ്. അതുപോലെ തന്നെ വൈസിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോണ്ട യൂണിക്കോണിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഹോണ്ടയുടെ ഇരുചക്രവാഹനങ്ങൾ ഏതാണെങ്കിലും നിങ്ങൾ അതിനിപ്പോൾ അറിയാലോ, നമുക്ക് GSTയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഓൺ റോഡ് പ്രൈസ് പറഞ്ഞ ഡിഫറൻസ് ഒക്കെ എന്തൊക്കെ വന്നിരുന്നുണ്ട്, നമുക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ബ്രോയിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും നിങ്ങൾ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ ബ്രോ എന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചേട്ടാ അതിന് നമുക്ക് അതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കൊടുത്തേക്കോ, ഷോറൂം വരുന്നത്? മുത്തൂരുവാട, തൊടുപുഴ, വെങ്ങല്ലൂർ, ഷാപ്പുംപടിയിലാണ് വരുന്നത്. റോഡ് സൈഡ് തന്നെയാണ് ഷോറൂം വരുന്നത് അല്ലേ? പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ വാഹനം ഹോണ്ട യൂണിക്കോൺ യൂസ് ചെയ്തിട്ട് ഒരാളാണെങ്കിൽ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എത്രയാണ് മൈലേജ് വരുന്നത്, നമുക്ക് സർവീസൊക്കെ എങ്ങനെയാണ് വരുന്നത്, കാര്യങ്ങളൊന്നും ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അതുപോലെ തന്നെ ഈ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു ഉപകാരമായിട്ട് മാറും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായിട്ട് വിട്ടുപോരുത്. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.